കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിധി ഓഫീസിലോട്ട് പോകാനും വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് വരികയാണ്. അവിടെ അഖിലും കൂട്ടുകാരും ഉണ്ടാകും. അഖിൽ കൂട്ടുകാരോട് പറയും, അതാരാ വരുന്നതെന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിധിയെ കളിയാക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അഖിൽ നിധിയെ വിളിക്കുന്നുണ്ട് അഞ്ജലി അഞ്ജലി എന്ന്. ആ സമയത്ത് നിധിക്ക് മനസ്സിലാകുന്നില്ല ആരെയാണ് വിളിക്കുന്നതെന്ന്. നിധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും ആരെയാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അഖിൽ പറയും, നിന്നെ തന്നെയാണ് വിളിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് നിധിയുടെ അടുത്തോട്ടേക്ക് വരികയാണ് അഖിലും കൂട്ടുകാരും. ഇങ്ങനെ അഖിൽ നിധിയുടെ അടുത്തോട്ടേക്ക് വന്നിട്ട് അഞ്ജലി എന്ന് വിളിക്കും. അപ്പോൾ അഖിലിൻ്റെ കൂട്ടുകാർ ചോദിക്കും, ഇവളുടെ പേരാണോ അഞ്ജലി എന്ന്. അപ്പോൾ അഖിൽ പറയും, അല്ല, ഇവളുടെ പേര് അതൊന്നുമല്ല, ഇവൾക്ക് പറ്റിയ പേരാണ് അഞ്ജലി എന്ന്. 5 ആണുങ്ങളുള്ള വീട്ടിൽ ഇവൾ ജീവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവൾക്ക് പറ്റിയൊരു പേരാണ് അഞ്ജലി എന്ന് പറയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി നിധി അഖിലിനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഹരീഷിൻ്റെ കടയിലുള്ള ഒരാൾ കാണും. അപ്പോൾ ഇത് ഹരീഷേട്ടൻ്റെ ഏട്ടത്തിയല്ലേ എന്ന് പറയണം. ആ സമയത്ത് അഖിലും കൂട്ടുകാരും അവിടെ നിധിയെ കളിയാക്കുകയായിരിക്കും. അപ്പോൾ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ പറയും, എന്തിനാ 5 ആണുങ്ങളുണ്ടെന്ന് കരുതി ആ പെൺകുട്ടിയെ അങ്ങനെ കളിയാക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അഖിൽ പറയും, അവരുടെ വീട്ടിൽ 5 ആണുങ്ങളാണല്ലോ, അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവളെ അഞ്ജലി എന്ന് വിളിക്കുന്നത്. നിധിയോട് പറയും, നിനക്കൊരു സോഷ്യൽ മീഡിയ തുടങ്ങിയാൽ നല്ല റീച്ച് ലഭിക്കും എന്ന് പറയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി നിധി അവിടെ നിന്നും വീട്ടിലോട്ട് പോകുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം നിധി പെരും കരച്ചിലായിരിക്കും. നിധി കരയുന്നത് കണ്ട് നികേഷും സുധീഷും സുഭാഷും ചോദിക്കും, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കും. സുഭാഷ് ചോദിക്കും, എന്തിനാ മോളെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, ഞാൻ കോളേജ് കട്ട് ചെയ്യുന്നത് പോലെ ഏട്ടത്തി ഓഫീസും കട്ട് ചെയ്യാൻ തുടങ്ങിയോ. സുഭാഷ് ചോദിക്കും, എന്തിനാ മോള് കരയുന്നതെന്ന് പറയും. അപ്പോഴും നിധി ഒന്നും മിണ്ടില്ല. അതിൽ സുധീഷ് ചോദിക്കും, എന്തിനാ നിധി കരയുന്നത്, കാര്യം പറയുമെന്ന് പറയും. അപ്പോൾ പിന്നീട് നികേഷ് ചോദിക്കും, എന്തിനാ ഏട്ടത്തി കരയുന്നത്, എന്താ പ്രശ്നം ചോദിക്കും. സുഭാഷ് ചോദിക്കും, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ചോദിക്കുകയാണ്. അപ്പോഴും നിധി ഒന്നും മിണ്ടില്ല. സുഭാഷ് പറയും, ഓഫീസിലെത്താനുള്ള സമയമൊന്നും ആയില്ലല്ലോ. ആ സമയത്ത് നിധി പറയും, ഓഫീസിലൊന്നുമല്ല പ്രശ്നം, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് പ്രശ്നം. നിധി പറയും, റോട്ടിലാണ് പ്രശ്നമുണ്ടായതെന്ന് പറയാം. അപ്പോൾ സുധീഷ് ചോദിക്കും, റോട്ടിലെന്താ പ്രശ്നം ഉണ്ടായത്, കാര്യം പറയേ നിധി എന്ന് പറയും. അപ്പോൾ നിധി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയും. അപ്പോൾ സുധീഷിന് ദേഷ്യം വരും. സുധീഷ് നിധിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയും, നീ ഇങ്ങോട്ട് വാ, ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ പിടിച്ച് സുധീഷും സുഭാഷും ചോദിക്കാൻ പോവുകയാണ്. ആ സമയത്ത് സുഭാഷ് നികേഷിനോട് പറയും, നീ വരണ്ട എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, വേണ്ട, ഞാനും വരും, എന്നെ അങ്ങനെ ചെറിയതായി കാണണ്ട, ഞാനും ഏട്ടത്തിയും പോകുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, ആ സമയത്ത് ഏട്ടത്തി ഇത് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് പറയാതിരുന്നതെന്ന് പറയും. സുധീഷ് ഫോൺ എടുത്തിട്ട് ഹരീഷിനെ വിളിച്ച് കവലയിലോട്ട് വരാൻ പറയുന്നുണ്ട്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.